നമസ്കാരം. കഴിഞ്ഞ തിങ്കളാഴ്ച ടെക് ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത പുറത്തു വരികയുണ്ടായി. ചൈനയിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഡീപ്സീക്ക് എന്ന പേരുള്ള ഒരു കമ്പനി അവരുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം പുതിയതായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത്. അതായത് 2 പ്രധാന മോഡലുകളാണ് ഡീപ്സീക്ക് അവതരിപ്പിക്കുന്നത്. V3, R1 എന്നീ 2 മോഡലുകൾ. അപ്പോൾ ഇതിന് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ചെലവിൽ ഇത്തരത്തിലുള്ള ഒരു AI പ്ലാറ്റ്ഫോം പൂർണ്ണ പ്രവർത്തനക്ഷമതയുള്ള വലിയ സാധ്യതകളുള്ള ഒരു AI പ്ലാറ്റ്ഫോം സൃഷ്ടിച്ച് ലോകത്ത് അവതരിപ്പിച്ചുകൊണ്ട് ടെക് ലോകത്തെ അമ്പരപ്പിക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. വലിയ തോതിലുള്ള ഒരു മാറ്റമാണ് അത് ലോകത്തിൻ്റെ സാങ്കേതിക രംഗത്തും വൈജ്ഞാനിക ലോകത്തും ഉണ്ടാക്കുന്നത്. ഇത് കൂടാതെ തന്നെ ചൈനയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കമ്പനിയായിട്ടുള്ള അലിബാബ ഒരു പുതിയ AI വേർഷൻ അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നു. മറ്റൊരു ചൈനീസ് കമ്പനിയായ ബൈറ്റ് ഡാൻസ് എന്ന് പറയുന്ന കമ്പനി AIയുടെ പുതുക്കിയൊരു പതിപ്പ് അവതരിപ്പിക്കുന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് ടെക് ലോകത്ത് അമേരിക്കയുടെ ഒരു കുത്തക ആധിപത്യം നിൽക്കുന്ന അമേരിക്കൻ ടെക് ഭീമന്മാർക്ക് വലിയ ഭീഷണിയായി ചൈന ഉയർന്നു വരുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അന്ന് തിങ്കളാഴ്ച സംഭവിച്ചത് എന്താണ്? തിങ്കളാഴ്ച അമേരിക്കയിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനികളിലൊന്ന് NVIDIAയ്ക്ക് മാത്രം അവരുടെ ഷെയറിൻ്റെ വില മാത്രം $60,000 കോടി നഷ്ടപ്പെടുകയുണ്ടായി. അത് ടെക് ഓഹരികളുടെ പ്രത്യേക സ്റ്റോക്ക് പ്ലാറ്റ്ഫോമായിട്ടുള്ള നസ്ഡാക്കിലെ സൂചിക 3% കണ്ട് ഇടിഞ്ഞു പോവുകയും ചെയ്തു. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്കയിലെ ടെക് ഭീമന്മാരാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തെ അടക്കി വാഴുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം നമുക്കറിയാം ഓപ്പൺ AIയുടെ ChatGPT തന്നെയാണ്. അതുപോലെ മെറ്റ AI ഉണ്ട്, ഗൂഗിളിൻ്റെ ജെമിനി, മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പൈലറ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളാണ് ലോകത്തെ അടക്കി വാഴുന്നത്. പക്ഷേ ഇവരെല്ലാം പറഞ്ഞിരുന്നത് ഇത് തങ്ങൾക്ക് മാത്രം കഴിയുന്നൊരു കാര്യമാണ്, തങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു സാങ്കേതിക വൈദികവും വൈജ്ഞാനികമായിട്ടുള്ള അറിവും ഒക്കെ ഉള്ളത്, അതുകൊണ്ട് വലിയൊരു ചെലവ് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് മറ്റ് രാജ്യങ്ങൾക്കൊന്നും അങ്ങനെ അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കി അവതരിപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ ഉള്ളൊരു വലിയ ചങ്കൂറ്റവും ആത്മവിശ്വാസവും അഹങ്കാരവും ഒക്കെ ഈ US ടെക് കമ്പനികൾ പൊതുവെ പുലർത്തിയിരുന്നു. എന്ന് മാത്രമല്ല അമേരിക്ക ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങൾ പെട്ടെന്ന് കടന്നു കയറി തങ്ങളുടെ ആധിപത്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിക്കാതിരിക്കാൻ അവരൊരു കാര്യം ചെയ്തു. ഈ തരത്തിലുള്ള ചിപ്പുകൾ കയറ്റി അയക്കുന്നത് അമേരിക്ക നിരോധിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഡീപ്സീക്ക് ഈ പുതിയ പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുന്നതിന് ചിലവാക്കിയത് കേവലം $50 ലക്ഷം മാത്രമാണ് എന്നാണ്. അതിനെക്കുറിച്ച് ചില തർക്ക വിതർക്കങ്ങളൊക്കെ ലോകത്തെ മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ടെങ്കിലും വളരെ കുറഞ്ഞ ചെലവിലാണ് ഈ പ്ലാറ്റ്ഫോമുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ US ടെക് കമ്പനികൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് വലിയ തോതിലുള്ളൊരു മുതൽ മുടക്ക് വേണം, വമ്പിച്ച കോടാനുകോടി രൂപയുടെ മുതൽ മുടക്ക് ആവശ്യമുള്ളൊരു മേഖലയാണ് ഈ വൈജ്ഞാനിക സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന ഈ മേഖല. അതുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്ക് അത്ര എളുപ്പത്തിലൊന്നും സാധിക്കുന്ന കാര്യമല്ല എന്നാണ് ഈ US ടെക് കമ്പനികൾ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും അതിനൊരു കനത്ത ആഘാതം ഇപ്പോൾ ചൈന ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ചില മാനങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് വലിയ തോതിൽ ചൈനയ്ക്കെതിരെ വ്യാപാര യുദ്ധത്തെക്കുറിച്ചും ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 60% മുതൽ 100% വരെ ഇറക്കുമതി ഡ്യൂട്ടി ഏർപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ഡീപ്സീക്കിൻ്റെ ഈ പുതിയ AI പ്ലാറ്റ്ഫോമിൻ്റെ എൻട്രിയുടെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ മന്ത്രിസഭയിൽ പ്രസിഡന്റിൻ്റെ മന്ത്രിസഭയിലെ പുതിയ ഒരു വകുപ്പ് ഡോജ് എന്ന വകുപ്പ് സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ മന്ത്രിയായി എലോൺ മസ്ക് അടക്കം വന്നിരിക്കുന്ന ഒരവസരം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇലോൺ മസ്കിനെ പോലുള്ള ആളുകളെ വലിയ തോതിൽ ഞെട്ടിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് ഈ ഡീപ്സീക്കിൻ്റെ ഈ V3 R1 AI വേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ തലയ്ക്കടിക്കുന്ന ഒരു രീതിയിലേക്ക്
അല്ലെങ്കിൽ ടെക് കമ്പനികളെ ആകെ കനത്ത ആഘാതത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ളൊരു നീക്കം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യാപാര യുദ്ധത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ചൈനയുമായിട്ട് പ്രത്യേകിച്ചൊരു വ്യാപാര യുദ്ധത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് തങ്ങൾക്ക് തന്നെ വലിയ വിനയായി മാറും എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പതുക്കെ നീങ്ങുകയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തെ വലിയ ആവേശമൊന്നും ട്രംപ് ഇപ്പോൾ കാണിക്കുന്നില്ല ഈ കാര്യത്തെ സംബന്ധിച്ച്. അപ്പോൾ അതിനിടയിലാണ് ഈ ടെക് ലോകത്ത് ഇങ്ങനെയുള്ള ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ഈ അമേരിക്കൻ ടെക് കമ്പനികൾ ലോകത്തെ ചതിക്കുന്ന, ലോകത്തെ കബളിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ അമേരിക്കൻ ടെക് ഭീമന്മാർ, ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ആയാലും ഓപ്പൺ ആയാലും അതുപോലെ തന്നെ ഗൂഗിൾ ആയാലും മെറ്റ ആയാലും അവരൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വലിയ കുറ്റമറ്റ ഒരു AI പ്ലാറ്റ്ഫോം. പക്ഷേ ഈ AI പ്ലാറ്റ്ഫോമിനകത്ത്, ഇവരുടെ എല്ലാം AI പ്ലാറ്റ്ഫോമിനകത്ത് ഇവരെ നെറ്റിനകത്തുള്ള, ഇൻ്റർനെറ്റിനകത്തുള്ള അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കമുള്ള വിവരങ്ങളെല്ലാം കൺസോൾഡേറ്റ് ചെയ്ത് ഇവരുപയോഗിക്കുന്നുണ്ട്. അതെല്ലാം ഇവർ എടുക്കുന്നത് എങ്ങനെയാണ്? അതെടുക്കുന്നത് വളരെ സൗജന്യമായിട്ടാണ് ഈ വിവരങ്ങളെല്ലാം എടുക്കുന്നത്. പക്ഷേ ഇവർ ഇത് വലിയ തോതിൽ ഇത് സാമ്പത്തിക ലോകത്ത് ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്നതിനുള്ളൊരു ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ തങ്ങൾക്ക് ലോകത്തിൻ്റെ നിയന്ത്രണം മറ്റൊരു രീതിയിൽ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കൂടിയാണ് ഈ സാങ്കേതിക വൈദഗ്ധ്യ രംഗത്തും വൈജ്ഞാനിക രംഗത്തും ആധിപത്യം നേടാൻ ശ്രമിച്ചുകൊണ്ട് ഈ ടെക് കമ്പനികൾ ചെയ്യുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ലോകത്തെ ഭൗതികമായി കീഴടക്കുന്നില്ലെങ്കിലും മറ്റ് രീതിയിൽ കീഴടക്കി തങ്ങളുടെ കയ്യിലേക്ക്, തങ്ങൾക്ക് വരുമാനം കൂട്ടുന്ന വിധത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഈ ടെക് കമ്പനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ AI പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ കാര്യത്തിൽ അതിനുള്ളൊരു കനത്ത തിരിച്ചടിയാണ് ചൈനയിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സാങ്കേതിക രംഗത്തും അതുപോലെ തന്നെ വൈജ്ഞാനിക ലോകത്തുമുള്ള കുത്തക തങ്ങൾക്ക് എന്നും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഈ സമ്പന്ന രാജ്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അതുപോലുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ ലോകത്തെ ഈ അന്താരാഷ്ട്ര കരാറുകളുടെ ഭാഗമായിട്ട് വരികയുണ്ടായി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ സാങ്കേതിക വൈദഗ്ധ്യമെല്ലാം വിറ്റ് കാശാക്കി, അല്ലെങ്കിൽ അതിൽ നിന്നും വൈജ്ഞാനിക ലോകത്തു നിന്നുള്ള അത്തരത്തിലുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയിലൂടെ വരുമാനം കണ്ടെത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു തീവ്ര ശ്രമമാണ് ഇന്നിപ്പോൾ ഈ പറയുന്ന ഈ അമേരിക്കൻ കമ്പനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്യാവുന്ന കാര്യമാണ്, സൗജന്യമായിട്ടൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറുകൾ അവതരിക്കുന്ന കാലത്ത് തന്നെ വിൻഡോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, ആ വിൻഡോസ് പ്ലാറ്റ്ഫോം വലിയ തോതിൽ അതിനെ ഫീസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് പണം കൊടുത്തുകൊണ്ട് ഉപയോഗിക്കുന്ന സ്ഥിതിയിലേക്ക് ലൈസൻസിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിന് സൗജന്യമായിട്ട് ലിനക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ അവതരിപ്പിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അപ്പോൾ ഇതെല്ലാം തങ്ങൾക്ക് മാത്രം അവകാശപ്പെടുന്നതാണ്, തങ്ങൾക്കാണ് ഇതിൻ്റെ കുത്തക എന്നെല്ലാം വരുത്തി തീർത്തുകൊണ്ട് ഒരു വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ലോകത്തിന് മേൽ സാങ്കേതിക വിദ്യയിലൂടെയും വൈജ്ഞാനികമായ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആധിപത്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഈ ടെക് കമ്പനികളിലൂടെ ലോകത്തെ സമ്പന്ന രാജ്യങ്ങൾ നടത്തുന്ന ശ്രമമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ചൈന അവിടെ കാണിച്ചിട്ടുള്ള ഒരു ചെറിയ നീക്കം എന്ന് പറയുന്നത് തലയ്ക്കടിയേറ്റ പോലെ ഉള്ള സ്ഥിതിവിശേഷത്തിലേക്ക് ആയിരിക്കുകയാണ്. അതുകൊണ്ട് മസ്കിനും ട്രംപിനും കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ ആലോചിക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകണം. അത്ര എളുപ്പത്തിലൊന്നും ഈ വ്യാപാര യുദ്ധത്തിലൂടെയൊന്നും ലോകത്ത് പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ കഴിയാവുന്നൊരു സ്ഥിതിവിശേഷം ഇന്നില്ല. ഇനി ശ്രദ്ധേയമായൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഡീപ് സീക്ക് R1 പോലെയുള്ള AI പ്ലാറ്റ്ഫോമുകൾ അവതരിപ്പിച്ച കാര്യത്തെ സംബന്ധിച്ച് മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ, അത് ചാനലുകളാവട്ടെ പത്രങ്ങളാവട്ടെ, റിപ്പോർട്ട് ചെയ്ത രീതിയാണ്. പലരും ഇത് കൊടുത്തിട്ട് പോലുമില്ല. ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് അവർ മനസ്സിലാകാതെ പോയതാണോ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവമില്ല. ചില പത്രമാധ്യമങ്ങൾ ചെയ്തത് എന്താണ്, അതിനെ വേറൊരു രീതിയിൽ, അതായത് നെസ്ഡാക്കിൽ അമേരിക്കയുടെ ടെക് ഓഹരികൾക്ക് വലിയ ഇടിവ് സംഭവിച്ചു, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ള രീതിയിലുള്ളൊരു വാർത്തയായിട്ടാണ് അവതരിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ജാള്യത കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സംഭവിക്കുകയുണ്ടായി. പക്ഷെ ആ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പിറ്റേ ദിവസം തന്നെ ഏതാണ്ട് ഒരു 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വലിയ ആവേശത്തോടു കൂടി
ഇവർ രംഗത്ത് വന്നു. ഇങ്ങനെ ഒരു ഡീപ് സീക്ക് എന്ന് പറയുന്നൊരു സാധനം വന്നിട്ടുണ്ട്, അതൊരു വലിയ ഭീഷണി, ഇങ്ങനെയൊക്കെ വന്നു. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഡീപ് സീക്കിനെ ഒന്ന് ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമം കൂടി വന്നിരിക്കുകയാണ്. ആ ഡീപ് സീക്ക് പറയുന്നത് ശരിയാണോ, ഇതൊക്കെ അങ്ങനെയാണോ, അത് ഇത്ര തുക കുറച്ചത് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണോ, മാത്രമല്ല അവരുടെയൊക്കെ ഒരു നിലവാരത്തിന് ഒപ്പിച്ചിട്ട് US ടെക് കമ്പനികളുടെ നിലവാരത്തിനൊപ്പം നിൽക്കുന്നതായിരിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകളാണ് ഇവിടുത്തെ ചില ഓൺലൈൻ മാധ്യമങ്ങളും മലയാള മാധ്യമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയും ഈ US ടെക് കമ്പനികളുടെ മുകളിലെത്താൻ ഈ മൈക്രോസോഫ്റ്റ്, അതുപോലെ തന്നെ ഗൂഗിള്, മെറ്റ, ഓപ്പൺ എയുടെ ഒന്നും മുകളിൽ ഈ ചൈനയ്ക്ക് പോകാൻ കഴിയില്ല എന്ന് വരുത്തി തീർക്കാനുള്ളൊരു വ്യഗ്രത എന്തോ പല ഈ മാധ്യമങ്ങൾക്കും കാണുന്ന സ്ഥിതിവിശേഷമുണ്ട്. കൂട്ടത്തിൽ അവരൊരു കാര്യം കൂടി പറയുകയാണ്, അതായത് ഈ ചൈനയിലായതുകൊണ്ട്, ചൈന കമ്പനി ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നമ്മൾ വല്ല ഡേറ്റകളും രഹസ്യങ്ങളും ഒക്കെ ചോർത്തിക്കൊണ്ട് പോകും, അപ്പോൾ ഇന്ത്യയിൽ അത് ഉപയോഗിക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം, ഇങ്ങനെയൊക്കെയുള്ള ചില വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഏതെങ്കിലും ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഉൽപ്പന്നം തിരയുമ്പോൾ തന്നെ അത് വാങ്ങിയില്ലെങ്കിലും പിന്നെ ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ്, അത്തരം ഉൽപ്പന്നങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് തുരുതുരാ നമുക്ക് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ നെറ്റിൽ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്തിട്ട്, ഒരു വാർത്ത സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലൂടെയൊക്കെ നമുക്ക് വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇത്തരം ഡേറ്റകളൊക്കെ തന്നെ ഓൾറെഡി ആവശ്യമായ ആളുകളുടെ കയ്യിലുണ്ട്, അതിലൊന്നും ഒരു സംശയമില്ല. പിന്നെ ഈ ഡേറ്റ ചോർത്തിക്കൊണ്ടു പോകാൻ ഡീപ് സീക്കിന് മാത്രമേ കഴിയുള്ളൂ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോൾ ഓപ്പൺ എയുടെ ഈ പറയുന്ന പ്ലാറ്റ്ഫോമിന് കഴിയില്ലേ? അല്ലെങ്കിൽ ChatGPTക്ക് അത് കഴിയില്ലേ? ഗൂഗിളിൻ്റെ ജെമിനിക്ക് കഴിയില്ലേ? അല്ലെങ്കിൽ മെറ്റ എഐക്ക് ഇതൊന്നും കഴിയില്ലേ? അപ്പോൾ അവരൊക്കെ എന്തോ വളരെ വലിയ പരിശുദ്ധന്മാരായ ആളുകൾ ഒരു ഡേറ്റയൊന്നും എടുക്കില്ല. പക്ഷേ ചൈനീസ് കമ്പനി ആണെങ്കിൽ, ചൈനീസാണോ അവർ ചോർത്തും. ഇതൊക്കെ ഇത്തരത്തിലുള്ള ദുരുപദിഷ്ടിതമായിട്ടുള്ള ദുഷ്ടലാക്കോടുകൂടിയുള്ള വാർത്ത കൊടുക്കലും പ്രചരണമൊക്കെ എന്താണ് അർത്ഥം? ഓൾറെഡി നമ്മൾ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ എവിടെയെങ്കിലും അടിക്കുമ്പോൾ കുറേയധികം ഡീറ്റെയിൽസ് പലർക്കും കിട്ടുന്നുണ്ട്. നമ്മൾ നെറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പോകുന്നുണ്ട്. വാട്സപ്പ് ഉപയോഗിക്കുമ്പോഴും ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോഴും മറ്റെല്ലാ രീതിയിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇതിലും ഉപയോഗിക്കുമ്പോൾ പല വിവരങ്ങളും പല രീതിയിലൂടെ പോകുന്നുണ്ട്. അതൊന്നും ലോകത്തൊന്നും വലിയ കാര്യമല്ല അങ്ങനൊരു അവസ്ഥയിൽ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു AI പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഡേറ്റ ചോർത്ത് അത് ഉപയോഗിക്കുന്നത് അപകടമാണ്, ചൈന ആയതുകൊണ്ട് വലിയ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി, അതും കുറച്ച് ചെറുപ്പക്കാർ ചേർന്നുള്ളൊരു സംഭവമാണ് ഈ ഡീപ് സീക്ക്, ഈ V3, R1 ഒക്കെ ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ നമ്മൾ കാണുന്നത്. ഏതായാലും ലോകത്തെ വൈജ്ഞാനിക ലോകത്തിൻ്റെ കുത്തക, സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ കുത്തക കൈവശപ്പെടുത്തി ലോകം കീഴ്പ്പെടുത്താനുള്ള, ലോകത്തെ തങ്ങളുടെ ചൊൽപ്പടിയിൽ നിർത്താനുള്ള, അല്ലെങ്കിൽ പഴയ കൊളോണിയൽ രീതിയെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്ന, ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയിലൂടെ നേട്ടം കൊയ്യാൻ കഴിയുന്ന, കോടിക്കണക്കിന് രൂപ തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴത്തക്ക വിധത്തിൽ ഇതിനെല്ലാം അവതരിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു രീതിക്ക് കനത്തൊരു തിരിച്ചടിയാണ് ചൈനയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളതിനെ വലിയൊരു നമ്മുടെ ചൈനയാണ് നടത്തിയത് എന്നുള്ളത് കൊണ്ട് അതിനെ ഇകഴ്ത്തി കാണിക്കുകയോ ചെറുതാക്കി കാണിക്കേണ്ടതെന്ന് കാര്യമില്ല. വൈജ്ഞാനിക ലോകത്ത് വലിയ തോതിലുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു മാറ്റമാണ് ഡീപ് സീക്ക് പുതിയ ഈ AI പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ട്രംപിനും മസ്കിനുമൊക്കെ കുറച്ച് ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഇനി അങ്ങോട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഈ ലക്കം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.